മലബാർ ഭാഗത്ത് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിന് വേണ്ടി മതപ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്യരോട് ഒരു കാര്യം ചോദിച്ചു. ആ സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതിലൊരുപാട് ഗുണപാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഈ പറയുന്ന എനിക്കും കേൾക്കും നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠമുള്ള ഒരു എന്താ പറയുക, ചരിത്രമെന്നല്ല, ഒരു അനുഭവമാണ്. ഏതാണ് ആ അനുഭവം? നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ നമുക്കതൊന്ന് കേൾക്കാം. ഒരുപാട് പേര് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്, അല്ലേ? ആൺകുട്ടിയുമില്ല, പെൺകുട്ടിയില്ല, മക്കളില്ലാതെ വിഷമിക്കുന്നു. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അംബിയാഇൻ്റെ ഒരു ചെറിയ ആയത്ത്, സൂറത്തുൽ അംബിയായിലെ ഒരു ചെറിയൊരു ആയത്ത്, ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നിത്യമായി ഓതിയാൽ, എപ്പോൾ ഓതണം, അതെങ്ങനെ ഓതണം, ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആ ആയത്ത് നിത്യമായി ഓതിയാൽ അല്ലാഹു തആല നമുക്ക് ഖൈറായ മക്കളെ തരും. ഏതാണ് ആ ആയത്ത്? വിശദമായി ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് 5 പെൺമക്കളാണുള്ളത്, ഒരു ആൺകുട്ടി ഉണ്ടാവാൻ ഉസ്താദ് ദുആരക്കണം. അല്ലെങ്കിൽ 5 ആൺമക്കളാണുള്ളത്, ഒരു പെൺകുട്ടി ഉണ്ടാവാൻ ദുആരക്കണം. പെൺമക്കളെ ആഗ്രഹിക്കുന്നവരുണ്ട്, ആൺമക്കളെ ആഗ്രഹിക്കുന്നവരുണ്ട്. പെൺമക്കളെ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നമുക്കുള്ള മക്കൾ, പെൺമക്കൾ, അവർ നല്ല നന്മയുള്ളവരായി ഖൈറിൻ്റെ അഹ്ലുകാരായി മാറണോ? വിശുദ്ധമായ ഖുർആനിൽ അതിനും ഒരു മരുന്നുണ്ട്. സൂറത്തുർ റഅദിൽ അള്ളാഹു പറയുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് ഏതാണ്? അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് അതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്. മൊത്തത്തിൽ പെൺമക്കളുമായി ബന്ധപ്പെട്ട്, പെൺമക്കളുള്ള രക്ഷിതാക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു, പെൺമക്കളുള്ള രക്ഷിതാക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടും? ഇൻഷാ അല്ലാഹ് വിശദമായി നമ്മുടെ ഇന്നത്തെ ഈ പഠന ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അവസാനം വരെ കാണാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ ക്ലാസ്സിലേക്ക് സ്ഥിരമായി പങ്കെടുക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ മക്കളിലും എല്ലാ കാര്യത്തിലും എല്ലാവിധ നന്മയും സ്വലാഹിയത്തും നിറച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ മലബാർ ഭാഗത്ത് ഇപ്പോഴല്ല, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നബിദിനത്തിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗത്തിന് വേണ്ടി, പ്രഭാഷണത്തിന് വേണ്ടി പോയി. അപ്പോൾ ഏത് ജില്ലയാണ്, ഏത് സ്ഥലമാണെന്നൊന്നും പറയുന്നില്ല, മലബാർ ഭാഗത്താണ്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ ഈ വിഷയം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ച് ഏകദേശം ഒരു 3/4 ഭാഗം എത്തിയപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട ചർച്ച വന്നു. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, നമ്മളത് കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഒരാൾ 3 പെൺമക്കളെയോ അല്ലെങ്കിൽ അവൻ്റെ സഹോദരിമാരെയോ നല്ല രൂപത്തിൽ വളർത്തി അവർക്ക് തർബിയത്തെല്ലാം കൊടുത്ത് അവരെ നല്ലൊരു ഇണയെ കണ്ടെത്തി കല്യാണം ചെയ്ത് അയച്ചാൽ അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്, ഞാനും അവരും ഒന്നിച്ചായിരിക്കും സ്വർഗ്ഗം. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആർക്കാണ് 5 പെൺമക്കൾ ഉള്ളത്? ഒന്ന് കൈപൊക്കിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ആരും അവിടെ കൈപൊക്കിയില്ല. 5 പെൺമക്കൾ ഉള്ളവരെന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ആരും പൊക്കിയില്ല. 4 മക്കൾ, 4 പെൺകുട്ടികളുള്ളവർ, അപ്പോൾ അവർ ആരും പൊക്കിയില്ല. ഞാൻ ചോദിച്ചു 3 പെൺകുട്ടികൾ, അപ്പോൾ 1-2 ആളുകളൊക്കെ ഇങ്ങനെ കൈപൊക്കി. 2, അപ്പോൾ കുറച്ച് ആൾക്കാർ, 1, അപ്പോൾ ഒരുപാട് ആളുകൾ കൈപൊക്കി. അങ്ങനെ പ്രസംഗമെല്ലാം കഴിഞ്ഞു. സന്തോഷം, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്ത് പ്രസംഗമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഒരു 10-60 വയസ്സുണ്ടാവാം, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പ്രസംഗത്തിൻ്റെ ഇടയിൽ 5 പെൺമക്കളുള്ള ആളുകൾ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് 6 പെൺമക്കളുണ്ട്. എനിക്ക് ആ സമയത്ത് കൈപൊക്കി പറയണമെന്നുണ്ട്, എനിക്ക് 6 പെൺമക്കളുണ്ട് ഉസ്താദെ എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ കുടുംബക്കാരാണ്, അതുപോലെ എൻ്റെ അയൽവാസികളാണ്, എൻ്റെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. എനിക്ക് അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് 6 പെൺമക്കൾ ഉണ്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന്, അവർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാവുന്നവരുടെ മുന്നിൽ തന്നെ എനിക്ക് എഴുന്നേറ്റ് നിന്ന് എനിക്ക് 6 പെൺമക്കൾ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നിയെന്ന്, എനിക്ക് നാണം തോന്നി.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്കാണ് ഹൈലൈറ്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഉസ്താദെ, നിങ്ങളുടെ ആ ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പം തോന്നി, പടച്ചോനെ, എനിക്ക് അവിടെ വെച്ച് എഴുന്നേറ്റ് നിന്ന് പറയണമായിരുന്നു, എനിക്ക് ധൈര്യസമേതം, എനിക്ക് അഭിമാനത്തോടു കൂടി പറയണമായിരുന്നു, എനിക്ക് 6 പെൺമക്കളുണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയണം എന്നെനിക്ക് തോന്നി. ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗത്തിന് മുമ്പ് അദ്ദേഹത്തിന് തോന്നിയത് എന്താണ്? എനിക്ക് നാണമായിരുന്നു 6 പെൺമക്കളുണ്ടെന്ന് പറയാൻ. പ്രസംഗം കഴിഞ്ഞിട്ടോ എനിക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ മികവല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായാൽ, അല്ലെങ്കിൽ 1, 2, 3 മക്കളൊക്കെ ഉണ്ടായാൽ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് എഴുന്നേറ്റ് നിന്ന് എനിക്ക് 6 മക്കൾ പെൺകുട്ടികൾ ഉണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയണമായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. അത് പറ്റാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോടെങ്കിലും പറയട്ടെ എന്ന് ആ സഹോദരൻ പറഞ്ഞു. നമുക്ക് ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ ഉണ്ട്? 6 പെൺമക്കള്, 7 പെൺമക്കള്. എൻ്റെ ഉമ്മയുടെ കുടുംബത്തിൽ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി, അനുജത്തി, അവരെ നോക്കിയാൽ അവർ 7 പെൺമക്കളാണ്. അതുപോലെ തന്നെ വാപ്പയുടെ കുടുംബത്തിലും പെൺകുട്ടികളുണ്ട്. അപ്പം ഇത് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ 7, 8, 9 ഒക്കെ പെൺമക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. ഇന്നിപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ആ പെൺമക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ കൂടുമ്പോൾ വല്ലാത്തൊരു അരങ്ങ് തന്നെയാണ്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള പെൺമക്കളെ സ്വാലിഹാത്തുകളാക്കി വളർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും പെൺമക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹു തആല അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇനിയിപ്പോൾ ആരും കമൻറ്റിൽ എഴുതണ്ട. ഞാനിത് മുമ്പ് ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയങ്ങൾ ജുമാ പ്രഭാഷണത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, പെൺകുട്ടികളുള്ള രക്ഷിതാക്കളെ നിങ്ങൾ ഭയങ്കര സൗഭാഗ്യവാന്മാരാണെന്നൊക്കെ ഇങ്ങനെ ജുമാ പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ, ജുമാ പ്രസംഗം കഴിഞ്ഞ് 3 പേര് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ, എനിക്ക് 4 ആൺമക്കളാണ്, എനിക്ക് 2 ആൺമക്കളാണ്, എനിക്ക് 3 ആൺമക്കളാണ്, ഈ ആൺമക്കളെ കിട്ടിയാലുള്ള സൗഭാഗ്യം എന്താണ്, അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഉള്ള രക്ഷിതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്കുള്ള പ്രതിഫലം പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം നമുക്ക് പിന്നെ പറയാൻ പറ്റുമോ? കേട്ടോ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരാണ്. മക്കൾ ഉണ്ടാവാനും ആ മക്കളൊക്കെ നന്നായി കിട്ടാനും ഒക്കെ അവർ ദുആ ചെയ്തവരാണ്. പിന്നെ ഭൂരിഭാഗം പ്രവാചകന്മാരെയും എടുത്തു നോക്കിയാൽ പ്രവാചകന്മാരിൽ ഏകദേശം ഒരു 60-65% പ്രവാചകന്മാരും പെൺകുട്ടികളുടെ വാപ്പമാരായിരുന്നു എന്നാണ്. പെൺകുട്ടികളായിരുന്നു അവർക്ക് മക്കളായി കിട്ടിയിരുന്നത്. ഒരുപാട് പ്രവാചകന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, മുത്തായ റസൂലിന് എത്രയോ പെൺമക്കളുണ്ടായിരുന്നു. അവരൊക്കെ ചെറുപ്പത്തിലും അതല്ലാത്ത സമയത്തൊക്കെ മരണപ്പെട്ടു പോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്നത്. ഇനി വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ പല സ്ഥലത്തും അള്ളാഹു പെൺമക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു താല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പെൺകുട്ടികളെ കൊടുക്കും. അത് കഴിഞ്ഞ് പറയുന്നത് ആൺകുട്ടികളെ കൊടുക്കും. പിന്നെ പറയുന്നത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കും. പിന്നെ പറയുന്നത് ചില ആളുകൾക്ക് അള്ളാഹു താല ഉദ്ദേശിച്ചാൽ മക്കളെ കൊടുക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ആയത്തിൽ കാണാം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷം. അപ്പൊ പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷ വാർത്തയാണ്. സത്യത്തിൽ ഇന്ന് നമുക്ക് ആ സന്തോഷമില്ല. ഇപ്പൊ ജനിച്ചത് പെൺകുട്ടിയാണെന്ന് പറയും ചിലപ്പോൾ, പക്ഷെ ഉള്ളിൽ ഒരു ആന്തലാണ്, പടച്ചോനെ ഇതിനെ എങ്ങനെ വളർത്തും, ഇതിനെ എങ്ങനെ കെട്ടിച്ചേക്കും. അത് കൊച്ചുകുട്ടി കയ്യിലേക്ക് പ്രസവിച്ച് കിട്ടിയ കുട്ടിയെ നോക്കിയിട്ട് നമ്മുടെ ചിന്ത 18, 20, 25 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതിനെ എങ്ങനെ കെട്ടിച്ചു വിടും എന്നുള്ള ചിന്തയാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്നാണ്. എത്രയോ മഹത്തുക്കൾ, ഇപ്പോൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ഷാഫി ഇമാമിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞു, തങ്ങളെ, എനിക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, അപ്പോൾ ഇനി ഒരു ആൺകുട്ടി ഉണ്ടാവാൻ നിങ്ങൾ ദ്വാരക്കണം. അപ്പോൾ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്, ഏടോ നീ ബേജാറാവുന്നത് എന്തിനാണ്? ഇനി പ്രസവിക്കുന്നതും പെൺകുട്ടിയാണെങ്കിൽ നീ അല്ലല്ലോ അവരുടെ കാര്യം ഏറ്റെടുക്കുന്നു, അള്ളാഹു ഏറ്റെടുത്തതാണ്. അവരുടെ റിസ്ക് പടച്ചവൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നീ ബേജാറാവണ്ട. അള്ളാഹു തആല, ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, വാ കീറിയ റബ്ബ് നമുക്ക് ആ വായിലേക്ക് അന്നം വെച്ച് തരാനും കഴിവുള്ളവനാണ്. അപ്പം അതുകൊണ്ട് യാതൊരു ബേജാറും വേണ്ട. വിശുദ്ധമായ ഇസ്ലാം പെൺകുട്ടിയെപ്പറ്റി പറയുന്നത്, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് പൊൻകുട്ടിയാണ്. പെൺകുഞ്ഞ് പൊൻകുഞ്ഞാണ്. പൊൻകുഞ്ഞെന്ന് പറഞ്ഞാൽ സ്വർണമാണെന്നാണ്, തങ്കമാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ട്. അവരെ നല്ല രൂപത്തിൽ വളർത്തി, അവർക്ക് നല്ല തർബിയത്ത് കൊടുത്തു, നല്ല ദീനിയായ ബോധം കൊടുത്തു, എന്നിട്ട് നല്ല പുതിയാപ്പിളമാരെ കണ്ടെത്തി ആ പെൺകുട്ടികളെ അല്ലെങ്കിൽ ആ സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചാൽ കുന്നലഹു സിത്തുറും മിനന്നാർ, അവർ ഈ വാപ്പയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സഹോദരനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നുള്ള മറയാണ്. ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നബിയെ എനിക്ക് 3 പെൺമക്കളില്ല, 2 ഉള്ളൂ. ആയിക്കോട്ടെ, ആ 2 പെൺകുട്ടികളെ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ വളർത്തി കെട്ടിച്ചയച്ചാൽ നിനക്കും ആ പ്രതിഫലമുണ്ട്. മറ്റൊരാൾ എഴുന്നേറ്റ്, നബിയെ എനിക്ക് ഒരാളേ ഉള്ളൂ. ആയിക്കോട്ടെ, നിനക്ക് ഒരാളാണെങ്കിലും ഈ ഒരു പ്രതിഫലം കിട്ടുന്നതാണ്. അതായത് സ്വർഗത്തിൽ കടക്കാനുള്ള വഴിയാണ്. ഈ പെൺകുട്ടികളെ വളർത്തി വലുതാക്കെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി നമ്മുടെ മകൻ്റെ കല്യാണം, നമ്മുടെ മകളുടെ കല്യാണം, ഇതിൽ ഏറ്റവും കൂടുതൽ ബേജാറ് ഏത് കല്യാണത്തിനായിരിക്കും? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്മുടെ സഹോദരിയുടെയും എൻ്റെ സഹോദരൻ്റെയും കല്യാണം എന്നത്. അൽഹംദുലില്ലാ, വലിയ റാഹത്തായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ വാപ്പയുടെ മുഖഭാവം കണ്ടാൽ, എൻ്റെ വാപ്പയുടെ മുഖഭാവം കണ്ടാൽ നമ്മുടെ പെങ്ങളുടെ കല്യാണത്തിനാണ് വല്ലാത്ത ബേജാറ്. എല്ലാം സെറ്റാണ്, വിളമ്പാൻ ആളുണ്ട്, പിന്നെ ആളുകളെ ക്ഷണിക്കാനൊക്കെ ആളുണ്ട്, പക്ഷേ വാപ്പയുടെ മുഖത്ത് വല്ലാത്തൊരു ബേജാറാണ്. എന്നാൽ ആ ഒരു ബേജാറ് അനുജൻ്റെ കല്യാണത്തിന് ഞാൻ കണ്ടില്ല. അനുജൻ്റെ കല്യാണത്തിന് വളരെ ഹാപ്പി ആയിട്ട് വാപ്പ നടക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ വാപ്പ എന്നല്ല, എല്ലാ വാപ്പമാരും എല്ലാ ഉമ്മമാരും പെൺകുട്ടികളുടെ കല്യാണ സമയത്ത് ഭയങ്കര ബേജാറായിരിക്കും അല്ലെ. അവരുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ബേജാറ്, അത് സ്വാഭാവികമാണ്. ആ ഒരു ബേജാറൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് തരണം ചെയ്താലാണ് ഈ സ്വർഗം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ എന്ത് ബേജാറ് വന്നാലും എല്ലാം അള്ളാഹുലേക്ക് തവക്കുലാക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു തആല നമ്മുടെ മക്കളെയെല്ലാം ഖൈറിൻ്റെ സലാമത്തിൻ്റെ നല്ല മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും അതുപോലെ ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. മിൻ യുംനിൽ മർഅ അൻ തലിദ ബിന്ത അവ്വല, അതായത് ഒരു പെണ്ണ് ഒരു കുടുംബത്തിൽ ബറക്കത്ത് തുടങ്ങുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്ത്? ആ വീട്ടിൽ പ്രസവിക്കപ്പെടുന്ന ആദ്യത്തെ കുഞ്ഞ് പെൺകുട്ടിയാവുക എന്നുള്ളത്. ഒരു വീട്ടിൽ ആ ഒരു കുടുംബത്തിൽ ബറക്കത്ത് തുടങ്ങുന്നു എന്നതിൻ്റെ അടയാളമാണ് ആ വീട്ടിൽ അവിടുത്തെ സ്ത്രീ, അവിടുത്തെ ഉമ്മ പ്രസവിക്കുന്ന ആദ്യത്തെ പ്രസവം, ആദ്യത്തെ കുട്ടി അത് പെൺകുട്ടിയായാൽ ആ കുടുംബത്തിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറയുമ്പോൾ ആദ്യം പറയുന്നത് പെൺകുട്ടി ആണ്. പെൺകുട്ടിയാണ് അല്ലാഹു തആല ആദ്യമായി പറയുന്നത്, എന്നിട്ടാണ് ആൺകുട്ടിയെ പറയുന്നത്. അപ്പം അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തിയാൽ മാത്രമേ സ്വർഗം കിട്ടൂ, ആൺകുട്ടികളെ വളർത്തിയാൽ സ്വർഗം കിട്ടില്ല എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആൺകുട്ടികൾ നിഅമത്താണ്, അനുഗ്രഹമാണ്. ആൺകുട്ടികൾ നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹു ചോദിക്കും, അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹു തആല ചോദിച്ചിരിക്കും, ഉറപ്പാണ്. എന്നാൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഹസനത്താണ്, നന്മയാണ്. നന്മ എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തിനുള്ള വകയാണ്. പെൺകുട്ടികൾ സന്തോഷത്തിലുള്ള വകയാണ്, അല്ലേ? ഞാൻ മുമ്പൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാകും, എന്നാലൊന്ന് പറയാം. ഈ പെൺകുട്ടികൾ ഹസനത്താണ്, നന്മയാണെന്ന് പറയാനുള്ള കാരണം നാളെ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നാളെ ആഖിറത്തിൽ എല്ലാവരും ഇങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ വരും. അയാൾ വലിയ നിസ്കാരമൊന്നുമില്ല, വലിയ നോമ്പ് ഇബാദത്തൊക്കെ കണക്കാണ്, അതൊന്നും വലിയ രൂപത്തിലില്ല. അയാളെ അല്ലാഹു തആല വിചാരണ ചെയ്യും. അപ്പോൾ അയാൾക്ക് നന്മയൊക്കെ കുറവാണ്, തിന്മയാണ് കൂടുതൽ. മലക്കുകളോട് പറയും ഇയാളെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ആ മനുഷ്യനെ മലക്കുകൾ ഇങ്ങനെ വലിച്ചിഴച്ച് നരകത്തിലേക്ക് കൊണ്ടു, ഇയാളിങ്ങനെ അട്ടഹസിക്കും, എന്നെ ആരെങ്കിലും രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അയാളിങ്ങനെ അട്ടഹസിക്കുന്ന സമയത്ത് ഇയാളുടെ കാലിൽ പിടിച്ച് തിരിച്ചു വലിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇയാളുടെ കാലിൽ പിടിച്ചു വലിക്കും. നോക്കുമ്പോൾ ആരാണ്? ഇയാളുടെ ബനാത്ത്, ഇയാളുടെ പെൺമക്കളാണ്. ഇയാളുടെ പെൺമക്കൾ, ആ പിതാവിൻ്റെ പെൺമക്കൾ ആ പിതാവിൻ്റെ കാലിൽ പിടിക്കുമെന്നാണ്. ആ സമയത്ത് അള്ളാഹു ചോദിക്കും, നിങ്ങളാരാണ്? ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് അവർ പറയും, അള്ളാഹുവേ, ഇത് ഞങ്ങളുടെ പിതാവാണ്. ഈ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ദുന്യാവിൽ. ഞങ്ങൾക്ക് ഭക്ഷണം തരാനും ഞങ്ങൾക്ക് വെള്ളം തരാനും ഞങ്ങളെ കെട്ടിച്ചയക്കാനും ഞങ്ങളുടെ വാപ്പിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടു. ഒരുപാട് ആളുകളുടെ മുന്നിൽ പോയി കൈനീട്ടിയിട്ടാണ് ഞങ്ങളൊന്ന് കെട്ടിച്ചയച്ചത്. ഒരുപാട് പേരുടെ അടിമപ്പടി എടുത്തിട്ടാണ് വാപ്പ ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്. ഞങ്ങൾക്ക് കൃത്യമായ യൂണിഫോം വാങ്ങിത്തന്നു, ഞങ്ങൾക്ക് സ്കൂളിൽ ഫീസ് അടക്കാൻ തന്നതും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് ഈ വാപ്പയെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കണ്ടാലല്ലാതെ ഞങ്ങളും സ്വർഗത്തിൽ കടക്കൂല എന്നിങ്ങനെ പെൺമക്കൾ വന്ന് ശുപാർശ പറയുമെന്നാണ്. ആൺമക്കളുടെ കാര്യം ഇവിടെ പറഞ്ഞില്ല, പെൺമക്കൾ വന്ന് ശുപാർശ പറയും. അല്ലാഹു തആല അപ്പം പറയും, എങ്കിൽ ഈ മക്കളെയും ഈ പിതാവിനെയും നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിലുള്ളതാണ്.
ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി വീട്ടിലിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മ വരും. ആ ഉമ്മയുടെ അപ്പുറം ഇപ്പുറം 2 പെൺകുട്ടികളുണ്ട്. അവർ വന്ന് ചോദിക്കും, ആയിഷ ഉമ്മ, ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിൽ കഴിക്കാൻ അന്നുണ്ടായിരുന്നത്, ആ സമയത്തുണ്ടായത് 3 കാരക്കകളാണ്, ഉണക്ക കാരക്കയാണ്. അത് ആ 3 പേർക്കും കൊടുത്തു. ആ 2 മക്കള്, ചെറിയ ആ 2 പെൺകുട്ടികൾ ആദ്യം തന്നെ ആ കാരക്ക എടുത്ത് വായിലേക്കിട്ടു. അവരത് കഴിച്ചു. ഈ ഉമ്മ തൻ്റെ കാരക്ക ഇങ്ങനെ പിളർന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പെൺമക്കൾ, ഉമ്മ ഞങ്ങൾക്ക് വിശപ്പ് തീർന്നില്ല, ഇനി ഉമ്മാടെ ആ കാരക്ക ഈത്തപ്പഴം ഞങ്ങൾക്ക് താ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ എന്ത് ചെയ്തു, സ്നേഹത്തോടെ ആ 2 ഈത്തപ്പഴം പിളർത്തിയിട്ട് 2 മക്കൾക്കും കൊടുത്തു. ആ ഉമ്മ ഒന്നും കഴിക്കാതെ നിന്നു. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് വലിയ സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന സമയത്ത് ഈ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഇന്നല്ലാഹ ഔജബ ലഹാ ബിഹൽ ജന്ന, അതായത് ആ പെൺമക്കൾ കാരണം, ആ പെൺമക്കൾക്ക് ഭക്ഷണം കൊടുത്ത കാരണം ആ ഉമ്മക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തു, സ്വർഗം നിർബന്ധമാക്കി എന്നാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണം ആയാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, അവർ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള വലിയ നിഅമത്താണ്. എന്ന് വെച്ചാൽ ആൺമക്കൾ നിഅമത്തല്ല എന്നല്ല പറഞ്ഞത്, അവരാണ് നമ്മൾക്ക് താങ്ങും തണലുമായി ദുനിയാവിൽ വരേണ്ടത്, അല്ലേ? ഈ പെൺകുട്ടികൾ ഒരു 18 അല്ലെങ്കിൽ 20, 22, 25 വയസ്സ് വരെ നമ്മുടെ കൂടെ ജീവിക്കൂ. അത് കഴിഞ്ഞ് അവർ പിന്നെ മറ്റൊരാളുടെ ഭാര്യയാണ്, പിന്നെ അവർ ഉമ്മയാകുന്നു, വല്ലുമ്മയാകുന്നു, പിന്നെ അവർ മറ്റൊരു തരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആൺമക്കളാണ് നമ്മുടെ സന്താന പരമ്പരകൾ നിലനിർത്തേണ്ടത്. അപ്പോൾ ഈ 20, 21 വയസ്സ് വരെ മാത്രം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പെൺമക്കൾ, അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു പൈസ ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ ആൺമക്കൾ നമുക്ക് അധ്വാനിച്ച് പൈസയൊക്കെ കൊണ്ടുവന്ന് തരും. പക്ഷെ പെൺമക്കൾ അവരുടെ ദുആ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പരിചരണം, അവരുടെ സ്നേഹപ്രകടനം, അത് ഒരുപക്ഷെ ആൺമക്കളിൽ നിന്നും കിട്ടൂല, പെൺമക്കളിൽ നിന്നേ കിട്ടൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺമക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ചില കുടുംബങ്ങളിൽ പെൺമക്കളുണ്ടാകും, ചിലപ്പോൾ 5 4 ഒക്കെ പെൺമക്കളുണ്ടാകും. ആ മാതാപിതാക്കൾ വലിയ ഹാപ്പിയിലായിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ കുടുംബക്കാർ ചില ആൾക്കാരുണ്ട് എടങ്ങേറാക്കാൻ, അല്ലാഹു തന്നതല്ലേ അങ്ങോട്ട് എടുത്തോ, ഇതിനൊക്കെ എങ്ങനെ കെട്ടിച്ചേക്കും, ഒരു കാര്യമില്ല. അവിടെ വന്നിട്ട് ഈ ഫിത്ന ഉണ്ടാക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. അവനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, കാരണം അവനിക്ക് പെൺമക്കളല്ലേ. അതായത് നമുക്കില്ലാത്ത വിഷമം, നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള പെൺമക്കൾ, നമുക്കില്ലാത്ത വിഷമം മറ്റുള്ളവർക്കാണ്. അങ്ങനെ ചില കുടുംബക്കാരുണ്ട്, അവരൊക്കെ വലിയ ഫിത്നക്കാരാണ്. അങ്ങനെ ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട് നമ്മളോട് തന്നെ. അതെ, ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് വലിയ ഞാനും ഭാര്യയും വലിയ റാഹത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് 4 പെൺമക്കളുണ്ട്. അൽഹംദുലില്ലാഹ് വലിയ ഹാപ്പിയിലാണ് ഞങ്ങൾ. കാരണം ഈ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി കെട്ടിച്ചയച്ചാൽ ഞങ്ങൾക്ക് സ്വർഗമുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു സഹതാപം, ഞങ്ങൾക്ക് വേണ്ടാത്തൊരു സഹതാപം. അവനിക്ക് 4 പെൺമക്കളല്ലേ, എങ്ങനെ കെട്ടിച്ചുവിടും, ഞങ്ങൾക്കില്ലാത്ത ബേജാർ അവർക്കാണ്. അതുകൊണ്ട് ഉസ്താദ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്കില്ലാത്ത ബേജാർ നമുക്ക് എന്തിനാണെന്നാണ്. അതുകൊണ്ട് ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ അതെല്ലാം അല്ലാഹു തരുന്നതാണ്. ചിലപ്പോൾ അല്ലാഹുവിൻ്റെ പരീക്ഷണമായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കുമാറാവട്ടെ. ഇവിടെ നമുക്ക് തഫ്സീർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല സൂറത്തിൻ്റെയും ചില ആയത്തുകൾക്ക് പ്രത്യേകതയുണ്ട്. ഇവിടെ സൂറത്തുർ റഅദ്, ആ സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്തുണ്ട്. സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? പെൺകുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർ. ചില ആളുകൾക്ക് ഇപ്പോൾ 3 ആൺകുട്ടികളാവാം, അല്ലെങ്കിൽ 4 ആൺമക്കളാവാം, 5 ആൺമക്കളാവാം. ഉസ്താദ് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ ദ്വാരക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഖുർആനികമായ മരുന്നാണ് സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്ത്. അവർ ശാരീരികമായ ബന്ധം എപ്പോഴാണോ നമ്മൾ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്തും പിന്നെ ഭാര്യ ഗർഭിണിയാണ് എന്ന് നമുക്ക് വിശേഷമുണ്ട് എന്ന് അറിഞ്ഞ സമയം മുതൽ ഒരുപാട് വട്ടം നമ്മൾ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മൾ പറയേണ്ട ഒരു ആയത്താണ് സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്ത്. ഇത് നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്യുക, പഠിച്ചോനെ എനിക്ക് ആൺമക്കൾ തന്നിട്ടുണ്ട്, അല്ലാഹുവേ ഇനി നീ എനിക്കൊരു പെൺകുട്ടിയെ, ഒരു ഖൈറായ മകളെ എനിക്ക് നീ തരണമെന്ന് ഈ ഒരു ആയത്ത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഏതാണ് ആയത്ത്? സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസാ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ എന്ന ആയത്ത്. സൂറത്തുർ റഅദിൻ്റെ 8ാമത്തെ ആയത്ത്. ഈ ആയത്ത് നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ഓതുക. വല്ലാത്ത പവറുള്ള ആയത്താണ്.
ഈ ആയത്ത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. അതായത് ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായ ബന്ധത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ആയത്ത് ഓതിയിട്ട് നമ്മുടെ മനസ്സിൽ കരുത്, പഠിച്ചോനെ എനിക്ക് ഖൈറായ ഒരു പെൺകുട്ടിയെ തരണേ അല്ലാ എന്ന് നമുക്ക് ദ്വാരക്കാം. പിന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലേ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. തീരെ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മരുന്ന് വിശുദ്ധമായ സൂറത്തുൽ അംബിയ, ആ സൂറത്തുൽ അംബിയാഇന്റെ 89ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്താ? റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ ആയത്ത് മക്കളില്ലാതെ വിഷമിക്കുന്നവരെ നിങ്ങൾക്ക് പറ്റിയ ഒരു ആയത്താണിത്. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ ആയത്തും എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറഞ്ഞിട്ട് നല്ല ആത്മാർത്ഥമായി ദുആരക്കുക. മാത്രമല്ല ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ ഖൈറായ മക്കളായി തീരാൻ, മക്കളുണ്ട്, മക്കൾ പല കോലത്തിലാണ്, അവർ പറഞ്ഞനുസരിക്കുന്നില്ല, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് അധികരിപ്പിച്ചിട്ട് ദുആരക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ നന്നായി വരും, ഖൈറുള്ളവരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെയൊക്കെ നല്ല രൂപത്തിൽ വളർത്തി ഖൈറായ രൂപത്തിൽ അവരെയൊക്കെ വിവാഹം ചെയ്തയച്ച് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗ്ഗത്തിൽ ഒരു കുടുംബമായി സന്തോഷത്തോടെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊത്തത്തിൽ പഠിച്ചത് പെൺകുട്ടികൾ ഉള്ള രക്ഷിതാക്കൾ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ നിഅമത്തുകൾ, അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് അല്ലാഹു തആല ഖൈറായ മക്കളെ കൊടുക്കാനുള്ള ചില ഖുർആനികമായ മരുന്നുകൾ, അതുപോലെ പെൺമക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, പിന്നെ ആൺമക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലേ. ആൺമക്കളില്ല, എല്ലാം 6 അല്ലെങ്കിൽ 5 പെൺകുട്ടികളാണ്, ഒരു ആൺകുട്ടിയെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദ്വാരക്ക, ഇസ്തിഗ്ഫാർ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് ദ്വാരക്ക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല മക്കളെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നമ്മളിൽ നിന്നും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.